ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സർക്കാർ സ്ഥാപനമായ KSFEയിൽ പിയൂൺ അല്ലെങ്കിൽ വാച്ച്മാൻ എന്ന പോസ്റ്റിലേക്കായിട്ടുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് 6ാം ക്ലാസ് പാസ്സാണ്. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽഡായി വിളിച്ചെടുക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാറ്റഗറി നമ്പർ 47/2025 മുതൽ 54/2025 ഒന്നാം NCA വിജ്ഞാപനമാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ പറയുന്ന ഉദ്യോഗത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള കേരള സംസ്ഥാനത്തിലെ SIUC, നാടാർ, ഈഴവ, തീയ, ബില്ലവ, പട്ടികവർഗം, മുസ്ലിം, ധീവര, OBC, ലാറ്റിൻ കത്തോലിക്, ആംഗ്ലോ ഇന്ത്യൻസ് എന്നീ വിഭാഗങ്ങളിലെ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഓൺലൈനായി മാത്രം അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കേരള PCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞിട്ടുള്ളത് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് KSFE. ഉദ്യോഗപ്പേര് പിയൂൺ അല്ലെങ്കിൽ വാച്ച്മാനാണ് പറഞ്ഞിട്ടുള്ളത്. KSFEയിലെ പാർട്ട് ടൈം ജീവനക്കാരിൽ നിന്നാണ് നേരിട്ടുള്ള നിയമനമാണ് പറഞ്ഞിട്ടുള്ളത്. ശമ്പളം പറഞ്ഞിട്ടുള്ളത് 24,500 മുതൽ 42,900 പറഞ്ഞിട്ടുള്ളത്. ഒഴിവുകളുടെ എണ്ണം കാറ്റഗറി വൈസ് കൊടുത്തിട്ടുണ്ട്. സമുദായം പറഞ്ഞിട്ടുണ്ട്, ഒഴിവുകളുടെ എണ്ണം അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ടൊന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കുക. ആർക്കൊക്കെയോ ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് എത്ര വേക്കൻസി ഉണ്ട് കാര്യങ്ങളൊക്കെ അവിടെ വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നെ നിയമന രീതി പറയുന്നത് നേരിട്ടുള്ള നിയമനമാണ് പറഞ്ഞിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് പാർട്ട് ടൈം സ്വീപ്പർ, സ്കാവഞ്ചർ, പാക്കർ, ഡിസ്പാച്ചർ, ഗാർഡനർ എന്നീ തസ്തികകളിൽ ജോലി ചെയ്യുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള പറഞ്ഞിട്ടുള്ളത്. മിനിമം 3 വർഷത്തെ സർവീസും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഉദ്യോഗാർത്ഥികൾ 2/1/1975 1/1/2007 ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ്സിനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 6ാം ക്ലാസ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് 6ാം ക്ലാസ് പാസ്സാണ്, അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത, അതോടൊപ്പം തന്നെ 3 വർഷത്തിൽ കുറയാത്ത സർവീസ് വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ സർവീസ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ പറഞ്ഞിട്ട് പ്രൊബേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ജോലി പ്രവേശിച്ച ആദ്യത്തെ ദിവസം മുതൽ 1 വർഷത്തേക്ക് പ്രൊബേഷണറി പീരീഡ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അപേക്ഷ സമർപ്പിക്കേണ്ട രീതി പറഞ്ഞിട്ടുണ്ട്. കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.keralapsc.government.in പോയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് യൂസർ ഐഡിയും പാസ്വേഡ് കിട്ടും. അത് പ്രകാരം ലോഗിൻ ചെയ്തിട്ട് അവർ പറയുന്ന ഡാറ്റാസൊക്കെ എൻ്റർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫോട്ടോയുടെ കാര്യങ്ങളൊക്കെ പറയേണ്ടത് 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം. പിന്നെ നമ്മുടെ സിഗ്നേച്ചറിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ പറയേണ്ടത്, ഇതൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ അത് അവർ പറഞ്ഞ പ്രകാരമുള്ള സൈസായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷനൊക്കെ റിജക്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 4/6/2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.keralapsc.government.in പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.